ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു ജോസ്ഫീസ് വോയിസ്. കുറേ നാളായില്ലേ വീഡിയോസ് ഇട്ടിട്ട്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കായിപ്പോയി. ഇപ്പം മോഡൽ എക്സാമൊക്കെ ഇല്ലേ, എല്ലാവർക്കും എങ്ങനെയുണ്ട് മോഡൽ എക്സാം? എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ്. കുഴപ്പമില്ല എന്നാൽ പിന്നെ ഞാൻ സ്ഥിരം പറയുന്ന പോലെ തന്നെ കുഴപ്പമില്ല എന്നാൽ പിന്നെ കുഴപ്പമുണ്ട്, അങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ ഇതൊരു സ്റ്റഡി വ്ളോഗല്ല, ഇതൊരു പബ്ലിക് എക്സാമിൻ്റെ സ്റ്റഡി പ്ലാനാണ്, വീഡിയോ ആണ്. നമുക്കപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ എക്സാം തുടങ്ങുന്നത് 5-ാം തീയതി ആണ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് 6-ാം തീയതി ആയിരിക്കും, എനിക്ക് 5-ാം തീയതി, കാരണം ഞാൻ ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നുണ്ട്. 5-ാം തീയതിയാണ് എക്സാം. 5-ാം തീയതി ഇംഗ്ലീഷാണ്, 6-ാം തീയതി ഫിസിക്സ് ആണ് എനിക്ക് +2ൻ്റെ, ആൻഡ് 10-ാം തീയതിയാണ് എനിക്ക് കെമിസ്ട്രി വരുന്നത്. 12-ാം തീയതിയാണ് എനിക്ക് മലയാളം. 13-ാം തീയതി എനിക്ക് കെമിസ്ട്രി ആണ്. ജസ്റ്റ് ഒന്ന് ടൈം ടേബിൾ പറയുന്നത് കേട്ടോ. 13-ാം തീയതി കെമിസ്ട്രി +1ൻ്റെ ആണ്, ബയോളജിയും 16-ാം തീയതി +1ൻ്റെ ആണ്, 17 മാത്സ് +2ൻ്റെ ആണ് എനിക്ക്, 24-ാം തീയതി ബയോളജി +2 ആൻഡ് 28-ാം തീയതി ഇംഗ്ലീഷ്. നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം വരുന്നതിനനുസരിച്ച് ഇതായിട്ട് മാറ്റം ഉണ്ടാകും. സോ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റാൻ നോക്കുക കേട്ടോ. നിങ്ങളുടെ രീതിയിലത് മാറ്റാൻ നോക്കുക. ഞാനൊരു മോഡൽ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി എത്ര ദിവസമാണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോഡൽ 17-ാം തീയതി തൊട്ട് 24 വരെയാണ്. അപ്പം നമുക്കുള്ളത് പബ്ലിക് 5-ാം തീയതി തൊട്ട് 28-ാം തീയതി വരെ, ആൻഡ് 24 തൊട്ട് 5-ാം തീയതി വരെ നമുക്ക് 8 ദിവസമുള്ളൂ. സമയം തീരെയില്ല. 24-ാം തീയതി തൊട്ട് 27-ാം തീയതി വരെ ഞാൻ മാത്സ് +2ൻ്റെ പഠിക്കാമെന്നാണ് വെച്ചത്. കാരണം മാത്സ് എനിക്കത്ര ഓക്കെ ആയിട്ട് വന്നിട്ടില്ല. മോഡൽ എക്സാമിനും അത്ര ഗംഭീരമായിട്ട് അത്ര കുഴപ്പമില്ലാത്ത രീതിയിലാണ്. ഇന്നായിരുന്നു മാത്സ്. ആൻഡ് 28-ാം തീയതിയാണ് കെമിസ്ട്രി. 28-ാം തീയതി തൊട്ട് 3-ാം തീയതി വരെ ഫിസിക്സ് +2ൻ്റെ പഠിക്കാമെന്ന് വെച്ചു. 4-ാം തീയതി ഇംഗ്ലീഷാണ് ഞാൻ പഠിക്കാമെന്ന് വെച്ചത്. കെമിസ്ട്രി പരീക്ഷ +2ൻ്റെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് പരീക്ഷ എന്നും കൂടെ പറയണം കേട്ടോ. മോഡൽ എനിക്ക് കുഴപ്പമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല, മൊത്തമായിട്ട് അങ്ങനെ കുഴപ്പമില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ 5-ാം തീയതി ഫിസിക്സ് PYQ ചെയ്യാമെന്ന് വെച്ചാൽ മൊത്തം ചാപ്റ്ററിൻ്റെ. അത് കഴിയുമ്പോൾ അതങ്ങ് പോകും. കാരണം 24-ാം തീയതി +1ൻ്റെ എക്സാമിന് പഠിക്കണം. 5-ാം തീയതിയാണ് എനിക്ക് +1ൻ്റെ എക്സാം. അത് കഴിഞ്ഞിട്ട് ഫിസിക്സിൻ്റെ PYQ വന്നു കഴിഞ്ഞാൽ 6-ാം തീയതി തന്നെ എനിക്ക് +2ൻ്റെ എക്സാം എഴുതാൻ പോകണം. ആൻഡ് 6 തൊട്ട് 10, അതായത് ഫിസിക്സ് എക്സാം കഴിഞ്ഞ പാടെ എനിക്ക് 6 തൊട്ട് 9 വരെ 3 ദിവസമുള്ളത്. അത് എനിക്ക് കെമിസ്ട്രി +2ൻ്റെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകും. അത് കഴിഞ്ഞ് +2ൻ്റെ കഴിഞ്ഞ പാടെ തന്നെ 11-ാം തീയതി മലയാളം പഠിക്കാമെന്ന് വെച്ചു. കാരണം 10-ാം തീയതിയും 12-ാം തീയതിയും കെമിസ്ട്രി +1ൻ്റെ പഠിക്കാമെന്ന് വെച്ചത്. അതായത് പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ആ ഒരു വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള സമയം കുറച്ച് +1 കെമിസ്ട്രി നോക്കാമെന്ന് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് 12-ാം തീയതിയും കെമിസ്ട്രി തന്നെ +1ൻ്റെ, 14-ാം തീയതിയും 16-ാം തീയതിയും മാത്സ് +2ൻ്റെ പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം 13-ാം തീയതിയും 15-ാം തീയതിയും എനിക്ക് ബയോളജി +1 പഠിക്കണം. 18-ാം തീയതി തൊട്ട് 23 വരെ ബയോളജി +2ഉം 25 മുതൽ 28 വരെ ഇംഗ്ലീഷ് +2. സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജി +2ഉം ഇംഗ്ലീഷ് +2ഉം നല്ലോണം സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് 18-ാം തീയതി തൊട്ട് 23-ാം തീയതി വരെ നല്ലോണം സമയമുണ്ട് നമുക്ക്. ഞാൻ വിചാരിക്കുന്ന ബയോളജി ഒന്നും ഇപ്പം നോക്കണതാണ്. കാരണം ഇംഗ്ലീഷ് നോക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ഇതുണ്ട്. അപ്പം ഈ ടൈം ടേബിൾ ഉണ്ടാക്കിയത് തന്നെ ഭയങ്കരമായിട്ട് തല ആലോചിച്ച, കാരണം എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റും കൂടെ വരുന്നതുകൊണ്ട് എവിടെയാ ഒരു തുടക്കമോ ഇതൊന്നും തിരിയാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പം. നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മോഡൽ എക്സാം? ചില ക്വസ്റ്റ്യൻ നല്ലതൊക്കെയാണ്, പക്ഷെ നമുക്ക് പഠിക്കാനുള്ള സമയം തീരെ കുറഞ്ഞു പോയി. അത് പറഞ്ഞിട്ട് കാര്യമില്ല, 1 വർഷം ഉണ്ടായിരുന്നു, നമ്മളെന്തൊക്കെയോ ചെയ്ത് ഇങ്ങനെ നടന്നു. അതാണ് വേറെ കാര്യം. എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, കാരണം സെപ്റ്റംബറിൽ പണ്ടത്തെ പോലെ ഇമ്പ്രൂവ്മെൻറ്റ് സെപ്റ്റംബറിലാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരുന്നേ തോന്നിയായിരുന്നു. സാരമില്ല, നമുക്ക് ഇപ്പം എഴുതാനാണ് വിധി. കുഴപ്പമില്ല. എല്ലാവരും പഠിക്കുക, എല്ലാവരും നന്നായിട്ട് എഴുതുക എക്സാം. അപ്പോൾ ശരി, എന്നാൽ പിന്നെ കാണാം.